എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 65, 66 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 65ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 66ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ശ്രീകൃഷ്ണൻ ഈ ഉപായനങ്ങളൊക്കെ കണ്ട് ഭീഷ്മനോട് പറഞ്ഞത് എന്നാണ് പറയണത്. നമുക്കാദ്യം 65ാമത്തെ ശ്ലോകം നോക്കാം. സഭക്തി നമ്രം തമുവാച ശൗരി നൃപാതി സംഭാവനയാ തവാലം ശ്രുതേ കുലേ സമ്പതി ധാംനിശീലേ സത്വേ ച സത്വം ഹി സമുന്നതോസി. നമുക്കാദ്യം പദച്ഛേദം പറയാം. സ ഭക്തി നമ്രം തം ഉവാച ശൗരി നൃപ അതിസംഭാവനയാ തവ അലം ശ്രുതേ കുലേ സമ്പദി ധാംനി ശീലേ സത്വേ ച സത്വം ഹി സമുന്നത അസി. ഇതൊക്കെ കണ്ട് ഈ ഉപായനങ്ങളൊക്കെ കണ്ട് അതോടൊപ്പം തന്നെ കാൽക്കൽ വീണ് നമസ്കരിച്ചവനായ ഭീഷ്മക മഹാരാജാവിനെ കണ്ടിട്ട് എന്താണ് ശ്രീകൃഷ്ണൻ പറഞ്ഞതെന്ന് പറയാണ്. സ ശൗരി, ആ ശൗരിയാകട്ടെ ഭക്തി നമ്രം തം ഉവാച, ഭക്തി കൊണ്ട് നമ്രനായിരിക്കുന്ന, ഭക്തി നമ്ര എന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് വളരെ കുനിഞ്ഞ ശിരസ്സോടുകൂടിയ വിനയത്തോടുകൂടി മാത്രം നിൽക്കുന്നവനായിട്ടുള്ള ആ ഭീഷ്മക മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. ഉവാച, എന്താണ് പറഞ്ഞത്? ഹേ നൃപ. ഹേ എന്ന ശ്ലോകത്തിലില്ല, അത് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയാണ്. അല്ലയോ മഹാരാജാവേ, തവ അതിസംഭാവനയാ അലം, അങ്ങയുടെ അതിസംഭാവന, അതിസംഭാവന എന്ന് പറഞ്ഞാൽ അതി ആദരവ്, എന്നോട് കാണിക്കുന്ന ഈ വലിയ ആദരവ് അതൊക്കെ ധാരാളം മതി, ഇത്രയൊന്നും വേണ്ട, അലം മതിയാക്കൂ. അതായത് അങ്ങ് വന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുവകകൾ തന്നപ്പോൾ തന്നെ വലിയൊരു ബഹുമാനമായി. പിന്നെ അധികം കാൽക്കൽ വീണ് നമസ്കരിക്കുക, വന്ദനം അറിയിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ധാരാളമാണ്, ഇത്രയൊന്നും ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഭീഷ്മരോട് പറഞ്ഞത്. തവ അതിസംഭാവനയാ അലം, അങ്ങയുടെ അതിസംഭാവന അതൊക്കെ ധാരാളമായി, ഇത്രയൊക്കെ മതി, ഇനിയൊന്നും കൂടുതലായിട്ട് വേണ്ട, ആവശ്യമുള്ളതൊക്കെ തന്നെ അങ്ങ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കണം. മാത്രമല്ല അങ്ങ് ഞങ്ങളുടെ കാൽക്കൽ വീണൊന്നും നമസ്കരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ശ്രുതേ കുലേ സമ്പതി ധാംനി ശീലേ സത്വേ ച, ഇങ്ങനെയൊക്കെയുള്ള പല പല വിഷയങ്ങൾ. ആ വിഷയങ്ങൾ എന്തൊക്കെയാണത്? അതാണ് ശ്രുതേ, അങ്ങയുടെ അറിവിൻ്റെ കാര്യത്തിൽ, കുലേ കുലമഹിമയുടെ കാര്യത്തിൽ, സമ്പതി സമ്പത്തിൻ്റെ കാര്യത്തിൽ, ധനത്തിൻ്റെ കാര്യത്തിൽ, ധാംനി ധാംനി ഐശ്വര്യം തേജസ് കണ്ടാലുള്ള പ്രഭാവം അതിൻ്റെ കാര്യത്തിലും, ശീലേ ശീലം അങ്ങയുടെ ആ വിനയാന്വിതമായിട്ടുള്ള ശീലമുണ്ടല്ലോ അതിൽ, അതുപോലെ തന്നെ സത്വേ, സത്വം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ബലത്തിൻ്റെ കാര്യത്തിൽ, അങ്ങ് ഈ വക വിഷയങ്ങളിലൊക്കെ തന്നെ സഹത്വം, ആ അങ്ങ് ഇങ്ങനെയൊക്കെയുള്ള അങ്ങ് സമുന്നത അസി, ഉന്നതനാണ്, ഞങ്ങളെക്കാളും മുതിർന്നവനാണ്. അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും അധികം മുതിർന്നു നിൽക്കുന്ന ഒരാൾ ഞങ്ങളെപ്പോലെയുള്ള ബാലകന്മാരെ രാജകുമാരന്മാരെ നമസ്കരിക്കുക അല്ലെങ്കിൽ ആദരിക്കുക എന്നുള്ളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൊണ്ടും അങ്ങ് ഞങ്ങളെക്കാളും മീതയാണ്. അപ്പോൾ ധാംനി എന്ന് പറയുമ്പോൾ അവിടെ തേജസ് കൊണ്ട്, പ്രഭാവം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ കൊട്ടാരത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം കൊണ്ട്, രാജ്യത്തിൻ്റെ കേമത്വം കൊണ്ട്, എല്ലാം കൊണ്ടും അങ്ങ് ഞങ്ങളെക്കാളും വളരെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഇനി ഞങ്ങളെ വന്ന് ബഹുമാനിക്കുന്നതൊക്കെ? ഇതൊക്കെ തന്നെ വളരെ അധികമാണ്. ഇത്രയും ചെയ്തു തന്നത് തന്നെ വളരെ ഉപകാരമായി. യാത്രയൊക്കെ ചെയ്തു വന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ തന്നത് തന്നെ വളരെ വലിയ ബഹുമാനമാണ്. ഇനി അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാൽക്കൽ വീണ് നമസ്കരിക്കുകയോ വന്ദന കീർത്തനങ്ങളോ വന്ദിക്കുകയോ ചൊല്ലുകയോ ഒന്നും ആവശ്യമില്ല, അതൊക്കെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വന്ദിക്കാൻ പുറപ്പെട്ട അദ്ദേഹത്തെ തടയുകയാണ് ഭഗവാൻ ചെയ്തത്. എന്നിട്ട് എന്താണ് ആ ഭീഷ്മരോട് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. 66ാമത്തെ ശ്ലോകം നോക്കൂ. കിം ചിന്തയാ സംപ്രതി ഗച്ഛഗേഹം സർവം ത്വിദം വിദ്ധി വിധേഃ കരസ്ഥം
ദുഃഖീ സുഖം യേന സുഖീ ച ദുഃഖം ആനീയതേ പാർത്ഥിവ ജീവലോക. ഭഗവാന്റെ ഉപദേശമാണിത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. കിം ചിന്തയാ സംപ്രതി ഗച്ഛ ഗേഹം സർവം തു ഇദം വിദ്ധി വിധേഹ കരസ്ഥം ദുഃഖീ സുഖം യേന സുഖീ ച ദുഃഖം ആനീയതേ പാർത്ഥിവ ജീവലോക. പാർത്ഥിവ, ഹേ പാർത്ഥിവ മഹാരാജാവേ എന്ന് വിളിച്ചുകൊണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും കൂടി ചേർന്ന്, ശ്രീകൃഷ്ണനാണ് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്, ഇങ്ങനെ ഭീഷ്മരോട് പറയാണ്, അല്ലയോ മഹാരാജാവേ, ചിന്തയാ കിം, എന്തിനാണ് അങ്ങ് കൂടുതൽ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരം കളയണത് എന്തിനാണ്? ഞങ്ങളെ രണ്ടുപേരെയും ബഹുമാനിക്കുകയും ആവശ്യമുള്ള സാധനങ്ങൾ തരികയും ഒക്കെ കഴിഞ്ഞതല്ലേ? തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളൂ. അതാണ് പറയണത്. സംപ്രതി ഗേഹം ഗച്ഛ, ഇപ്പോൾ തന്നെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പൊക്കോളൂ. കൊട്ടാരത്തിൽ നിന്ന് ഭടന്മാരെയും ഒക്കെ കൂട്ടിയിട്ടാണല്ലോ എന്നെ വന്ന് കണ്ടത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നത്. ഇനി കൂടുതലായിട്ട് ഇവിടെ നിന്ന് ബഹുമാനിക്കുകയോ ആദരവ് കാണിക്കുകയോ ഒന്നും വേണ്ട. വേഗം തന്നെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളൂ. അതാണ് സംപ്രതി ഗേഹം ഗച്ഛ. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് എന്നാണെങ്കിൽ, തു ഇദം സർവം വിധേഹേ കരസ്ഥം വിദ്ധി, എല്ലാ പ്രവൃത്തികളും എല്ലാ വ്യാപാരങ്ങളും ഇനി ഇവിടെ നടക്കാൻ പോകുന്നതെല്ലാം തന്നെ എങ്ങനെയുള്ളതാണ്? വിധേഹേ കരസ്ഥം, വിധിയുടെ കയ്യിലാണ് കേട്ടോ. അതൊന്നും നമ്മൾ തീരുമാനിക്കണ പോലെയല്ല. നമ്മളൊന്ന് തീരുമാനിക്കണു, വിധി മറ്റൊന്ന് തീരുമാനിക്കണു. നമുക്കറിയില്ല എന്താണ് നമുക്ക് അടുത്ത നിമിഷം സംഭവിക്കാൻ പോണത് എന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങയുടെ മകളുടെ കാര്യത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല. അതിനെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ട് പറയണില്ല. എങ്കിലും ഇവിടെ ഒരു വിവാഹമാണ് നടക്കാൻ പോണത്. അപ്പോൾ അതിനെ പറ്റിയിട്ടും കൂടി ചെറിയ രണ്ട് അഭിപ്രായങ്ങൾ ഭഗവാൻ ഭീഷ്മരോട് പറയുന്നുണ്ട്. അതാണ് ഇതം സർവം, ഇനി നടക്കാൻ പോണത് ഇതുവരെ നടന്നതുമൊക്കെ തന്നെ എങ്ങനെയുള്ളതാണ്? വിധേഹേ കരസ്ഥം, വിധിയുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് വെക്കണതൊന്നും നടന്നോളണമെന്നില്ല. എന്നിട്ട് പറയാണ്, യേന ജീവലോക, ആ ഒരു വിധിയുടെ വിളയാട്ടം കൊണ്ട് ജീവലോകത്തിന് എന്താ സംഭവിക്കുന്നത്? ദുഃഖീ സുഖം സുഖീ ദുഃഖം ച ആനീയതേ, വളരെ ദുഃഖിയായിട്ടിരിക്കുന്ന ഒരാൾ, ദുഃഖം കൊണ്ട് കരഞ്ഞ് വല്ലാതെ ആയിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് വിധിയുടെ വിളയാട്ടം കൊണ്ട് സുഖിയായിത്തീരുന്നു. നേരെ തിരിച്ചും സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ വിധത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള മനസ്സമാധാനം അനുഭവിക്കുന്ന ഒരാൾ കാലക്കേടുകൊണ്ട് വിധിയുടെ വിളയാട്ടം കൊണ്ട് ചിലപ്പോൾ ദുഃഖിയുമായി തീരുന്നു. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണന് പറയാനുള്ളത് ഇതാണ്, ജീവലോകത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിധിയുടെ വിളയാട്ടം കൊണ്ടാണ്. ഇപ്പോൾ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വിചാരിക്കുന്ന പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇവിടെ ശ്രീകൃഷ്ണൻ പറയണില്ല. പക്ഷെ അതിനെയൊക്കെ ധ്വനിപ്പിക്കുമാറാണ് സംസാരിക്കുന്നത്. ഭീഷ്മകനോട് പറയാണ്, ദുഃഖം അനുഭവിക്കുന്ന ഒരാൾക്ക് സുഖം വരാനും സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ദുഃഖം വരാനും നിമിഷ നേരം മതി. അതൊക്കെ വിധിയുടെ വിളയാട്ടങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പൊക്കോളൂ. മകളുടെ വിവാഹമൊക്കെ വേണ്ടതുപോലെ നടക്കും. അതൊക്കെ എങ്ങനെയാണ് നടക്കാൻ പോണതെന്നുള്ളതൊന്നും മുൻകൂട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നേരത്ത് വേണ്ടതുപോലെയൊക്കെ നടക്കും എന്നാണ് ശ്രീകൃഷ്ണൻ ഭീഷ്മക മഹാരാജാവിനോട് പറഞ്ഞത്. അപ്പോൾ വേഗം കൊട്ടാരത്തിലേക്ക് ചെന്നോളൂ, മകളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്നുള്ളതൊക്കെയാണ് പറയണത്. ഇനി ഞാൻ വന്നത്, രുക്മിണിക്ക് തന്നോട് വളരെ ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ ഭീഷ്മകന് അറിയാമെന്നുള്ളത് ശ്രീകൃഷ്ണന് മനസ്സിലായി. എന്നാലും ഞാനിവിടെ വന്നത് വിവാഹം കഴിക്കാനായിട്ടൊന്നുമല്ല എന്നുള്ളതും കൂടി ധ്വനിപ്പിക്കാനാണ് ശ്രീകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അടുത്ത ശ്ലോകത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്തായാലും സുഖവും ദുഃഖവും ഒക്കെ മാറി മറിയാൻ അല്പം നേരം മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങ് വേഗം തന്നെ കൊട്ടാരത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സഭക്തി നമ്രം തമുവാച ശൗരി നൃപാതിസംഭാവനയാ തവാലം ശ്രുതേ കുലേ സമ്പതിധാം നിശീലേ സത്വേ ച സത്വം ഹി സമുന്നതോസി കിം ചിന്തയാ സംപ്രതി ഗച്ഛ ഗേഹം സർവം ത്വിദം വിദ്ധി വിധേക്കരസ്ഥം ദുഃഖീ സുഖം യേന സുഖീ ച ദുഃഖം ആനീയതേ
പാർത്ഥിവ ജീവലോക. യേന യാതൊന്നിൻ്റെ വിലാസം കൊണ്ട് ജീവലോകം എന്തായിത്തീരുന്നു? ജീവലോകത്തിൽ ദുഃഖി സുഖത്തെയും സുഖി ദുഃഖത്തെയും പ്രാപിക്കുന്നു. ആനീയതേ, ദുഃഖമുള്ള ഒരാൾ പെട്ടെന്ന് സുഖത്തിലേക്ക് എത്തിച്ചേരുന്നു, സുഖമുള്ള ഒരാൾ പെട്ടെന്ന് ദുഃഖത്തിലേക്കും എത്തിച്ചേരുന്നു. അതിൽ മറ്റുള്ളവർക്ക്, മനുഷ്യർക്ക് ആർക്കും ഒന്നും പറയാനില്ലാത്തൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ മകൾക്ക് വേണ്ടത്ര സംരക്ഷണങ്ങളൊക്കെ ഒരുക്കിക്കൊള്ളാനുള്ള ഒരു അർത്ഥം വ്യംഗ്യത്തോടു കൂടിയിട്ട് പറയുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്യണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.